നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സർക്കാരിന് ഏറ്റവും വലിയ തലവേദന സൃഷ്ടിച്ച മന്ത്രിയായിരുന്നു മന്ത്രി കെ ബി ഗണേഷ് കുമാർ. കെ ബി ഗണേഷ് കുമാറിന്റെ അവിഹിതം കണ്ടുപിടിച്ച് ഒരു സ്ത്രീയുടെ ഭർത്താവ് കെ ബി ഗണേഷ് കുമാറിനെ തല്ലിച്ചതച്ച കഥ അന്ന് നമ്മൾ കേട്ടതാണ്. അതുമാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് ഗണേഷ് കുമാറിന്റെ മുൻ ഭാര്യ യാമിനി തങ്കച്ചി ഉയർത്തിയ ഗുരുതരമായ ആരോപണങ്ങൾ കേരളീയ പൊതുസമൂഹം പലവട്ടം ചർച്ച ചെയ്തതാണ്. ഇതിനു മുമ്പും കെ ബി ഗണേഷ് കുമാറിന്റെ സ്ത്രീ വിഷയങ്ങളെ പറ്റി പല വിധത്തിലുള്ള ചർച്ചകൾ സമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. സിനിമാ രംഗത്തും മറ്റു പലയിടങ്ങളിലും സോളാർ കേസിൽ വരെ കെ ബി ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ആരോപണം ഉയർന്നു. സോളാർ പരാതിക്കാരിയുമായി ബന്ധപ്പെട്ട് അവരുടെ കുട്ടി ഒരു വേള കെ ബി ഗണേഷ് കുമാറിൻ്റെതാണ് എന്നുവരെ വാർത്തകൾ പരന്നിരുന്നു. ഏതായാലും വീണ്ടും കെ ബി ഗണേഷ് കുമാറിന്റെ അവിഹിതം വാർത്തകളിൽ നിറയുകയാണ്. കെ ബി ഗണേഷ് കുമാർ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി മുൻ ഭാര്യ യാമിനി തങ്കച്ചിയുമായി പിരിഞ്ഞ ശേഷം ദുബായിൽ ഉണ്ടായിരുന്ന ഏഷ്യാനെറ്റിന്റെ ഒരു ജോലിക്കാരിയായ ബിന്ദു മേനോൻ എന്ന പാലക്കാട് സ്വദേശിനിയുമായി ഒരുമിച്ച് താമസിക്കുകയും വിവാഹം കഴിക്കുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം, ഒരുപക്ഷെ ഇപ്പോൾ ചില പൊതുപ്രവർത്തകർ ഉന്നയിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഗണേഷ് കുമാറും അവരും തമ്മിൽ കഴിഞ്ഞിടയ്ക്ക് വലിയ അടി നടന്നിരിക്കുന്നു. അതും അവിഹിതത്തിന്റെ പേരിൽ. ഒരു സ്ഥലത്ത് കെ ബി ഗണേഷ് കുമാറിന്റെ അവിഹിതം നേരിട്ട് കണ്ട അവർ അവിടേക്ക് ചെല്ലുകയും ബഹളമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ ഗണേഷ് കുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്ന ആളും ഡ്രൈവറും ഒക്കെ ചേർന്ന് അവരെ മർദ്ദിച്ചുവെന്നും പോലീസിലേക്ക് വിളിച്ചുവെന്നും എന്നാൽ പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ല എന്ന ഗുരുതര ആരോപണമൊക്കെ ഉന്നയിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള പലരുമുണ്ട്. അക്കൂട്ടത്തിൽ ചില പ്രധാനപ്പെട്ട രാഷ്ട്രീയക്കാരുമുണ്ട്. രാഷ്ട്രീയക്കാർ അവരുടെ അധികാര സ്ഥാനത്തിരുന്ന് ഇതൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ ഇതൊക്കെ ശരിയാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. കെ വി ഗണേഷ് കുമാറിനെതിരെ ഇപ്പോൾ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചു വരുന്നത് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് MJ യദുകൃഷ്ണൻ എന്ന ആളാണ്. അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇതെല്ലാം വ്യക്തമായി പറയുന്നുമുണ്ട്. ഗണേഷ് കുമാറിന്റെ കുടുംബ വീട്ടിൽ വെച്ചാണ് ഗണേഷിന്റെ ഡ്രൈവർ ഭാര്യയെ മർദ്ദിച്ചു എന്നുൾപ്പെടെയുള്ള ഗുരുതര വിവരങ്ങളാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളത്. യദുകൃഷ്ണന്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: എവിടെ നിന്നോ കിട്ടിയ ഒരു സ്ക്രീൻഷോട്ടിന്റെ പേരിൽ ഒരു MLA-ക്കെതിരെ വാർത്ത നൽകിയ മാധ്യമങ്ങളും കേസെടുത്ത പോലീസും ഇതൊന്നും കണ്ടതായി ഭാവിക്കുന്നില്ല. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെടുത്തിയാണ് ഇപ്പോൾ ചർച്ചകൾ വരുന്നത്. സംസ്ഥാന മന്ത്രി കെ ബി ഗണേഷ് കുമാർ വാളകത്തെ കീഴൂട്ടുനീട്ടിൽ വ്യഭിചാരം നടത്തിയത് നിങ്ങൾ അറിഞ്ഞില്ലേ? ചോദ്യങ്ങൾ അക്കമിട്ട് ചോദിച്ചുകൊണ്ടാണ് യദുകൃഷ്ണൻ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. രണ്ടാമത്തെ ചോദ്യം, ഭാര്യ ആ അവിഹിതം കയ്യോടെ പൊക്കിയത് അറിഞ്ഞില്ലേ? ഭാര്യ സ്വന്തം മൊബൈലിൽ തെളിവുകൾ ശേഖരിച്ചത് അറിഞ്ഞില്ലേ? ഭാര്യയുടെ മൊബൈൽ മന്ത്രി കൈക്കലാക്കാൻ ശ്രമിച്ചത് നിങ്ങൾ അറിഞ്ഞില്ലേ? ഭാര്യയെ മന്ത്രിയുടെ നിർദ്ദേശാനുസരണം പേഴ്സണൽ സ്റ്റാഫ് മർദ്ദിച്ചത് നിങ്ങൾ അറിഞ്ഞില്ലേ? ഭാര്യ പോലീസിന്റെ ടോൾ ഫ്രീ നമ്പറിൽ പരാതി നൽകിയത് നിങ്ങൾ മുക്കിയില്ലേ? കീഴൂട്ട് വീട്ടിലെത്തിയ പോലീസിനെ മന്ത്രി ഭാര്യ അവിഹിതത്തിന്റെ തെളിവുകൾ നൽകിയത് നിങ്ങൾ അറിഞ്ഞില്ലേ? മന്ത്രി ഭാര്യയ്ക്ക് പരിക്കേറ്റിട്ടും പോലീസ് ഒരു നടപടിയും സ്വീകരിക്കാത്തത് എന്താണ്? 112-ൽ നൽകിയ പരാതിയുടെ അവസ്ഥ എന്തായി എന്ന് ആരെങ്കിലും തിരക്കിയോ? ചുരുക്കത്തിൽ, ഒരു മന്ത്രി സ്വന്തം വീട്ടിൽ അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് ഭാര്യ കയ്യോടെ പൊക്കിയിട്ട് പോലീസിൽ പരാതി നൽകിയിട്ട് ഭാര്യയെ കയ്യേറ്റം ചെയ്തിട്ട് ഈ നാട്ടിൽ ഒരു നടപടിയുമില്ലേ? ഇതെന്തു നീതി എന്നാണ് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് ചോദിക്കുന്നത്. ഞാൻ വളച്ചുകെട്ടില്ലാതെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇത് തെറ്റെങ്കിൽ മന്ത്രി എനിക്കെതിരെ കേസെടുപ്പിക്കട്ടെ. വെല്ലുവിളിയായി കരുതിയാൽ ബുദ്ധിമുട്ടില്ല എന്നാണ് MJ യദുകൃഷ്ണൻ KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് വളരെ വ്യക്തവും കൃത്യവുമായി വെല്ലുവിളിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും വിവാദമായ ഈ പോസ്റ്റിന് പിന്നാലെ ഇപ്പോൾ ഗണേഷ് കുമാറിന്റെ ഒരു പ്രതികരണമൊക്കെ വരുന്നുണ്ട്. ഏത് പേഴ്സണൽ സ്റ്റാഫ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഏതായാലും ഗണേഷ് കുമാർ ഇതുപോലെ തന്നെയായിരുന്നു ആദ്യഘട്ടത്തിലും. ഇതേപോലെ തന്നെ കണ്ണൂർ സ്വദേശിനി, എല്ലാവരും വിചാരിക്കും അത് സോളാർ പരാതിക്കാരിയാണെന്ന്. അത് സോളാർ പരാതിക്കാരിയല്ല, സീരിയൽ രംഗത്തുള്ള കണ്ണൂർ സ്വദേശിനിയായ ഒരാളാണ്. അവരുടെ ഭർത്താവ് ദുബായിൽ ഒരു പ്രവാസിയായിരുന്നു. അയാളാണ് കെ ബി ഗണേഷ് കുമാറിനെ കയറി വീട്ടിൽ തല്ലിയത്. എല്ലാവരുടെയും പേരുമൊക്കെ എനിക്കറിയാം, പക്ഷേ അത് പറയുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് അത് പറയുന്നില്ല. പക്ഷേ കെ ബി ഗണേഷ് കുമാർ ആ വിഷയവുമായി ബന്ധപ്പെട്ട വലിയ പ്രതിരോധത്തിലായിരുന്നു. അതിനുശേഷം യാമിനിയാണ് തല്ലിയത് എന്ന് പറഞ്ഞുകൊണ്ടൊരു കേസ് കൊടുക്കുകയും യാമിനി ഇതെല്ലാം പൊളിച്ചെടുത്തിക്കൊണ്ട് വാർത്താ സമ്മേളനം നടത്തുകയും പിന്നീട് അവർ വിവാഹമോചിതരായി പോവുകയും ചെയ്തു. പിന്നീടാണ് ഇവർ ബിന്ദു മേനോനുമായി കെ ബി ഗണേഷ് കുമാർ വിവാഹം കഴിച്ചത്. ഏതായാലും ഇപ്പോൾ മക്കളുമായി നല്ല സൗഹൃദത്തിലാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നേരത്തെ മക്കളുമായൊക്കെ എതിർത്ത് തന്നെയായിരുന്നു നിന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ബിന്ദുവുമായി ബന്ധപ്പെട്ട വിവാഹമോചനത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് വിവരങ്ങൾ കിട്ടുന്നത്. ഏതായാലും ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട സ്ത്രീ വിഷയങ്ങൾ അവസാനിക്കുന്നില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഭൂമിയിലുള്ള എല്ലാത്തിനുമെതിരെ പ്രതികരിക്കുന്ന BJP-യെ കടന്നാക്രമിക്കുന്ന പ്രത്യേകിച്ച് സുരേഷ് ഗോപിയാണ് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് അറിഞ്ഞിട്ട്
സുരേഷ് ഗോപിയെ കടന്നാക്രമിക്കുന്ന കെ വി ഗണേഷ് കുമാറിന്റെ ഇപ്പോഴത്തെ ഈ സദാചാര പ്രസംഗമൊക്കെ നമ്മൾ ഇടക്കാലത്ത് കേട്ടതാണ്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നാൽ തീർച്ചയായും കെ വി ഗണേഷ് കുമാർ എന്ന പകൽ മാന്യന്റെ മുഖംമൂടി അഴിഞ്ഞു വീഴുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കെ വി ഗണേഷ് കുമാർ സ്വയം വിചാരിക്കുന്നതാണ് അയാൾ മാന്യനാണെന്ന്. എന്നാൽ ജനങ്ങൾക്കെല്ലാം അറിയാം കെ വി ഗണേഷ് കുമാറിനെ പറ്റി. അപ്പോൾ കെ വി ഗണേഷ് കുമാറിനോട് പറയാനുള്ളത്, സുരേഷ് ഗോപി അത്തരക്കാരനല്ല. സുരേഷ് ഗോപിയെ വെറുതെ കടന്നാക്രമിക്കാൻ ശ്രമിക്കേണ്ട. ഏതായാലും മറ്റ് സ്ത്രീകളൊന്നും സുരേഷ് ഗോപിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരില്ല. പക്ഷേ കെ വി ഗണേഷ് കുമാറിനെ കുറിച്ച് പറയാൻ 1000 സ്ത്രീകൾ ഒരുപക്ഷെ മുന്നോട്ട് വന്നേക്കാം. സോളാർ കാലത്തൊക്കെ, ആ സോളാറിന്റെ സംഭവവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രശ്നങ്ങളുണ്ടായ കാലത്തൊക്കെ കെ വി ഗണേഷ് കുമാറിനെ സോളാർ പരാതിക്കാരി കുറ്റപ്പെടുത്തിയില്ല എങ്കിൽ പോലും സോളാർ പരാതിക്കാരി വളരെ വ്യക്തമായി തന്നെ ബാലകൃഷ്ണപിള്ള തന്നെ സഹായിച്ചിട്ടുണ്ടെന്നും അത് ചില രക്തബന്ധത്തിന്റെ സാധ്യതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നും പറഞ്ഞപ്പോൾ എല്ലാം പറയാതെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കെ വി ഗണേഷ് കുമാർ സുരേഷ് ഗോപിയെ കടന്നാക്രമിക്കാനുള്ള ശ്രമമൊന്നും നടത്തണ്ട. നിങ്ങളുടെ യഥാർത്ഥ മുഖം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്.